ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. വികസിത് ഭാരത് സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും ഗവർണർ. സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന സമാപിച്ചു. വയനാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. ആതിഥേയരായ തൃശൂരിന് 2ാം സ്ഥാനം. ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീകൾ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സാരമായി പരിക്കേറ്റയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈല ജീവനൊടുക്കിയത് കുറിപ്പെഴുതി വെച്ച ശേഷം. കൊല്ലൂർ സെൻട്രലിൽ ചരക്ക് ലോറിയും ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമതിലിലേക്ക് ഇടിച്ചുകയറി 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്കൂട്ടറടിച്ച് സൈക്കിൾ യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്ക്. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. അന്വേഷണ റിപ്പോർട്ട് തൃശൂരിലെ ജനങ്ങളും മതേതര വിശ്വാസികളും തള്ളിക്കളയും. പൂരം വിവാദമാക്കി നേട്ടം കൊയ്യാൻ BJPക്ക് സർക്കാർ അവസരമൊരുക്കുകയായിരുന്നു. മന്ത്രി കെ രാജനും മുൻമന്ത്രി VS സുനിൽകുമാറിനും റിപ്പോർട്ടിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ജോസഫ് ടാജറ്റ് ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ CPM BJPയുമായി സഖ്യമുണ്ടാക്കുന്നതിന്റെ ഭാഗമാണിതെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഈ ക്രൈംബ്രാഞ്ച് DGPക്ക് സമർപ്പിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് സർക്കാരിൻ്റെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൂരം വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും പൂരത്തെ വിവാദമാക്കി നേട്ടം കൊയ്യാൻ BJPക്ക് CPM അവസരമുണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും അത് പുറത്തുവരണമെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിചേർക്കുന്നത് തനിക്ക് യോജിപ്പില്ല. തിരുവമ്പാടി ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. ദേവസ്വത്തിനകത്തെ ഏതൊക്കെ വ്യക്തികളാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കലിൽ അന്നത്തെ കളക്ടറാണ് 1ാം പ്രതി. മന്ത്രി അടക്കമുള്ള ആളുകളോട് അങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞത് കളക്ടറാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കളക്ടർ ഡെപ്യൂട്ടേഷന് പോയത് സംശയകരമാണെന്നും സുനിൽകുമാർ പറഞ്ഞു. ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷെ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിന്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഈ പൂരം കലക്കലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അവർക്ക് സഹായകമായ നിലപാടുകൾ ഈ ദേവസ്വത്തിൽ ചില ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വത്തെ കരിവാരി തേക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ദുഃഖമുണ്ട്. പൂരം ഭംഗിയായി നടക്കണമെന്ന് മാത്രമാണ് ദേവസ്വത്തിലെ ലക്ഷ്യം. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. റിപ്പോർട്ട് വായിച്ചിട്ടില്ല. വാർത്തകളിൽ വന്ന വിവരം മാത്രമേ ഉള്ളൂ. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദൃശ്യമാധ്യമത്തിലൂടെയും പത്രമാധ്യമത്തിലൂടെയാണ് ഇത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിവരവും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ തൃശ്ശൂർ പൂരം എന്നുള്ളത് വർഷങ്ങളായിട്ട് 100, 150, 200 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഘടകപൂരങ്ങളാണ് നടത്തുന്നത്. അത് പോലീസ് ഈ കഴിഞ്ഞ 2024 ആ എന്താ പറയുക തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ ആ തെറ്റായ ഒരു എന്താ പറയുക പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കരിവാരി തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തണമെന്ന്. ഞങ്ങൾ ഈ റിപ്പോർട്ടിനെ കുറിച്ചോ ഇതിനൊന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിത് അധികം ഇതിലൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നീട് ഞങ്ങളെ ദേവസ്വം കമ്മിറ്റിയും അതേപോലെ ദേവസ്വം ജനറൽ ബോഡിയും വിളിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അതിനെ പ്രതികരിക്കാം. ഇന്ത്യയിലെ കോളനി ഭരണത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസ തലത്തിലാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ.
കോലഴി ചിന്മയ കോളേജിൽ സെന്റർ ഫോർ സൗത്ത് ഇന്ത്യൻ സ്റ്റഡീസും ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിച്ച ദ്വിദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഒപ്പം സ്വാതന്ത്ര്യം ലഭിച്ച എല്ലാ രാജ്യങ്ങളും കോളനിവൽക്കരണം കുടഞ്ഞെറിഞ്ഞപ്പോൾ നാം ഇപ്പോഴും ആ നിഴലിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത വികസിത് ഭാരത് സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. തൃപ്പൂണിത്തുറ സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ പി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. CISAS ഡയറക്ടർ ഡോക്ടർ P സന്ദീപ് കുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. I was in Mumbai as a Sangha Pracharak, RSS Pracharak, and we had a 3-day session along with Swamiji. All the Pracharaks from Maharashtra and Mumbai, we had gathered there. And Swamiji was addressing us, guiding us on all the issues. What are the present issues and what we have to face as a community in coming years. So prophetic he was that time also. And I had that privilege of sitting to him, discussing with him. So I could feel the very essence of everything as I was entering the gate. Even now I feel privileged. Really, such occasions very rarely come to us. 3 days with Swamiji in Pavai Ashram. I hope. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്നുവന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന സമാപിച്ചു. വയനാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ നടന്ന കലോത്സവത്തിൽ 53 പോയിന്റോടെയാണ് വയനാട് ജില്ല ജേതാക്കളായത്. 44 പോയിന്റ് നേടിയ ആതിഥേയരായ തൃശൂർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 29 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല 3ാം സ്ഥാനവും നേടി. പ്രധാന വേദിയായ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS വിനയൻ, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ അരുൺ P രാജൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് K ദീപക്, അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർമാരായ KK പ്രസാദ്, K രാധാകൃഷ്ണൻ, സാമൂഹ്യ വികസന സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. 2 ദിവസങ്ങളായി നടന്ന കലോത്സവത്തിൽ 22 വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപനങ്ങളിലെ 600ഓളം പ്രതിഭകളാണ് മാറ്ററിയിച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണം, 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വിട്ടുകടവ് പാലത്തിന് സമീപത്തെ പുഴയോരം സ്ട്രീറ്റിൽ ചിറയത്ത് മുണ്ടൻമാണി ആഗസ്തിയുടെ ഭാര്യ മോളി, പരിയാരം കുറ്റിക്കാട് മണിയാടൻ വീട്ടിൽ കുട്ടപ്പന്റെ ഭാര്യ ഗിരിജ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടുപറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മോളിയുടെ പിൻഭാഗത്ത് ചാടിക്കയറിയ കുരങ്ങ് മുതുകിൽ മാരകമായി മാന്തി പരിക്കേൽപ്പിച്ചു. ഇവർ നിലവിളിച്ച് ബഹളം വെച്ചെങ്കിലും വീട്ടിലും പരിസരത്തും ആരും ഉണ്ടായിരുന്നില്ല. 1 മിനിറ്റോളം ആക്രമിച്ച കുരങ്ങ് പിന്നീട് ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് ഇതേ കുരങ്ങ് 400 മീറ്റർ അകലെയുള്ള തോട്ടാൻ ജോർജിന്റെ വീട്ടുപറമ്പിലെത്തി. പറമ്പിൽ പണിയെടുക്കുകയായിരുന്ന ഗിരിജയുടെ കാലിലായിരുന്നു കുരങ്ങിന്റെ ആക്രമണം. ഇരുവരെയും ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പേവിഷബാധ പ്രതിരോധ മരുന്നാണ് ഇരുവർക്കും കുത്തിവെച്ചത്. വിവരമറിഞ്ഞ് വനം വകുപ്പിന്റെ ചാലക്കുടി മൊബൈൽ സ്ക്വാഡിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിസരത്ത് പരിശോധന നടത്തി. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം ഇരുവർക്കും നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചാലക്കുടി പുഴയോരം കേന്ദ്രീകരിച്ച് കുരങ്ങുകൾ തമ്പടിച്ച് നാട്ടുകാർക്ക് ഭീഷണിയായെന്ന് വാർഡ് കൗൺസിലർ ജിയോ കിഴക്കുംതല പറഞ്ഞു. സംഭവത്തോടെ വെട്ടുകടവ് പ്രദേശത്തെ നാട്ടുകാർ ഭീതിയിലായി. കുരങ്ങുകൾ 2 പേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുരങ്ങുകൾ പല സമയങ്ങളിലൊക്കെ വന്നിങ്ങനെ പോകാറുണ്ടെങ്കിലും ആളുകളെ ആക്രമിക്കുന്നത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കുരങ്ങുകൾ ഇങ്ങനെ സാധാരണ ആക്രമിക്കാറില്ല, വന്ന് ഭക്ഷണത്തിനൊക്കെ തട്ടിപ്പറിക്കുകയും ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ പൊട്ടിച്ച് തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സംശയം, ഇനി പട്ടിക്കൊക്കെ മൃഗങ്ങൾക്ക് പേ ഇളക്കുന്ന പോലെ കുരങ്ങിനും പേ ഇളക്കുന്നുണ്ടോ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. നമ്മൾ കുരങ്ങിനെ തേടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മുടെ വാർഡിലെ സന്നദ്ധ പ്രവർത്തകരും പുഴയുടെ തീരത്ത് അന്വേഷണം നടത്താണ്. കഴിയുമെങ്കിൽ പിടിക്കാനും അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിച്ചു കളയാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി പ്രദേശത്ത് കണ്ടുവരുന്ന കുരങ്ങുകളിൽ ഒന്നാണ് 2 പേരെ ആക്രമിച്ചത്. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തൃശൂർ കോട്ടപ്പുറം കാമത്ത് ഹോസ്റ്റൽ ഉടമ മുരളി, കാൽനട യാത്രക്കാരായ മനക്കുടി സ്വദേശി അജിത്, പൂത്തോൾ സ്വദേശി ബെന്നി എന്നിവർക്കാണ് കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ മുരളിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കുത്തിയ യുവാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി തിരികെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ആലുവ പോലീസാണ് ഇയാളെ ശനിയാഴ്ച പുലർച്ചെ 1:30 തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. പോലീസ് എത്തിച്ച ഉടൻ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ വശത്തുകൂടി പുറത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. വീടിന് പുറകിലെ പറമ്പിലാണ് വ്യാഴാഴ്ച പുലർച്ചെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ജുമൈലയെ കണ്ടെത്തിയത്. 1 വർഷം മുമ്പ് ജുമൈല നാട്ടുകാരിയായ സ്ത്രീയിൽ നിന്ന് പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നതായി പറയുന്നു. പലിശ ഇനത്തിൽ മാത്രമായി മാസം 10,000 രൂപ വീതം 8 മാസത്തോളം നൽകിയെങ്കിലും 2 മാസം പണം നൽകാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പലിശക്കാരിയായ സ്ത്രീ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുറിപ്പെഴുതി വെച്ച ശേഷമാണ് ജുമൈല ജീവനൊടുക്കിയത്. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒല്ലൂർ സെൻട്രൽ ചരക്ക് ലോറിയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ഇന്ന് പുലർച്ചെ 4:30 അപകടം. എറണാകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സിൽ മരത്താക്കര ഭാഗത്തുനിന്നും ഒല്ലൂരിലേക്ക് വരികയായിരുന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന 5 അയ്യപ്പ ഭക്തർക്കും ബസ് ഡ്രൈവർക്കും പരിക്കേറ്റു. ഇതിൽ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട ലോറി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഇടിച്ചു മറിച്ചിട്ടു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു.
കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമതിലിലേക്ക് ഇടിച്ചു കയറി 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫെല്ല എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 6 വയസ്സുകാരി ആമിന, നാജിയ, നജുമ, ഹംസ, ഗ്രീഷ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗവും മതിലും ഭാഗികമായി തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്കൂട്ടറടിച്ച് സൈക്കിൾ യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി സ്വദേശി പൂക്കോടൻ വീട്ടിൽ നിക്സന്റെ മകൻ അനക്സിനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിയെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിക്കുന്ന് അസംപ്ഷൻ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. നാളെ മഹാശിവരാത്രി. ശിവരാത്രി ആഘോഷത്തിന് ക്ഷേത്രങ്ങൾ ഒരുങ്ങി. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ മഹാപരിക്രമ നടത്തും. സ്വാമി നന്ദാത്മജാനന്ദ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ ഡോക്ടർ AV നടേശൻ ശിവരാത്രി സന്ദേശം നൽകും. വൈകിട്ട് 6-ന് ലക്ഷദീപം തെളിയിക്കും. രാത്രിയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തും. കയ്പമംഗലത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ മജീദിന്റെ മകൻ 32 വയസ്സുള്ള അബ്ദുൽ ഹക്കീമാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 5-ന് വഴിയമ്പലത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു മരണം. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും തൃശൂർ ലിറ്റററി ഫോറവും ചേറൂർ സാഹിതിയും സംയുക്തമായി വരാക്ഷരങ്ങൾ എന്ന പേരിൽ ചിത്രരചനാ മത്സരവും സാഹിത്യ സംവാദവും സംഘടിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗം സിജിത അനിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വില്ലി ജിജോ, സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, സ്വരാക്ഷരങ്ങൾ ഡയറക്ടർ CR ദാസ്, ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ, സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സേ നോ ടു ഡ്രഗ്സ് എന്ന വിഷയത്തിൽ നടന്ന ചിത്രരചനയിലും സംവാദത്തിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വയോധികയുടെ മാല മോഷ്ടിച്ച പ്രതിയെ പഴയന്നൂർ പോലീസ് പിടികൂടി. തമിഴ്നാട് സ്വദേശി സെന്തിൽ എന്ന ശരവണനെയാണ് പഴയന്നൂർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഡിസംബർ 23-നാണ് മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ ബൈക്കിന്റെ നമ്പർ ലഭിച്ചു. ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് ലോക പ്രണയദിനം. നഷ്ടപ്രണയത്തിന്റെയും സഫല പ്രണയത്തിന്റെയും ആർദ്ര നിമിഷങ്ങളിൽ ഈ ദിനം ആഘോഷമാക്കുകയാണ് ലോകം. ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോരചാറി ചോപ്പിച്ചൊരൻ പനിനീർ പൂവുകൾ. കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എന്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഈ വരികളിലുണ്ട് പ്രണയത്തിന്റെ നോവും ആർദ്രതയും. ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരുണ്ടാകുമോ? കടമിഴിയിൽ കൊരുത്തിട്ട പറയാതെ പോയ ഇഷ്ടങ്ങളെത്ര, നഷ്ടങ്ങളുടെ ആഴങ്ങളിൽ വീണുപിടഞ്ഞ പ്രണയങ്ങളെത്ര, സബലമോഹങ്ങളുടെ മഞ്ഞിൻ തണുപ്പിൽ മുങ്ങി നിവരുന്ന ആർദ്രമായ പ്രണയങ്ങളുമെത്ര. പ്രണയദിനത്തിനും ഒരു ചരിത്രമുണ്ട്. ക്ലോഡീസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ്. വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേയുള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. വിവരമറിയാനിടയായ ക്ലോഡീസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിലടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തലവെട്ടാൻ ആജ്ഞ നൽകി. തലവെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയൊരു കുറിപ്പ് വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14-ന് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് TCV. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും. SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വീണ്ടും വാർത്തകളിലേക്ക്. റെസിഡൻസ് അസോസിയേഷനുകളുടെ ദേശീയ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സെമിനാർ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളായ മയക്കുമരുന്ന്, മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇതിൽ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സംഘടനയ്ക്കാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് തേജേന്ദ്രപാൽ ത്യാഗി അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, പി ബാലചന്ദ്രൻ MLA, സംഘടനാ അഡ്വൈസർ രാജൻ ചിബ്ബാർ, ദേശീയ ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി S സനൽകുമാർ, പ്രസിഡന്റ് മുരളീധരൻ പുതുക്കുടി എന്നിവർ പങ്കെടുത്തു. സെമിനാറിന്റെ ഭാഗമായി വെള്ളപ്പൊക്ക വിലയിരുത്തൽ പരിഹാര റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന്റെ പറ പുറപ്പെട്ടു. 30 വെള്ളിയാഴ്ച അത്താഴ പൂജയ്ക്ക് ശേഷമാണ് പറ പുറപ്പെട്ടത്. പറപ്പുറപ്പാടിന് മുന്നോടിയായി അരീക്കര ഇല്ലത്തെ ഇളയത് ശ്രീകോവിലിനു മുന്നിൽ കുരുത്തോല കൊണ്ട് തോരണം തൂക്കി കൂറയിടൽ ചടങ്ങ് നടത്തി. തുടർന്ന് ക്ഷേത്രമണ്ഡപത്തിൽ അരിമാവുകൊണ്ട് അണിഞ്ഞതിനു ശേഷം ഭഗവതിയുടെ പരിവാരങ്ങളെ പ്രീതിപ്പെടുത്താനായി പെരുംപൂജ നടത്തി. പിന്നീട് ക്ഷേത്ര കോമരം വെളിച്ചപ്പെട്ട് അരിയെറിഞ്ഞു. ഇളയത് ശ്രീകോവിലിനു മുന്നിലെ പീഠത്തിലിരുന്ന് തീർത്ഥം, അരി, പൂവ്, ചിലമ്പ്, വാൾ എന്നിവ സ്വീകരിച്ച് ദേവിയെ ആവാഹിച്ചു. തുടർന്ന് അവകാശിയായ പാലിശ്ശേരി തറവാട്ട് കാരണവരുടെ കൈപിടിച്ച് ഓലക്കുടയുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ പാമ്പിൻകാവിലേക്ക് പോയി. വടക്കേ ആൽത്തറയിൽ വിളക്ക് തെളിയിച്ച് പ്രദക്ഷിണം വെച്ച് അരിയെറിഞ്ഞ് എടുപ്പന്മാരുടെ തോളിലേറി ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് ആദ്യ പറയായ ഹരിജൻ പറ സ്വീകരിച്ചു. അതിനുശേഷം വടക്ക് ദേശത്തെ പറകൾ സ്വീകരിക്കാനായി പുറപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ തഡ്രക്ഷക് മെഡൽ നേടിയ പെരുമ്പിലാവ് സ്വദേശിനി കമാൻഡന്റ് ഇന്ദു P നായർക്ക് തൃശൂർ ലോ കോളേജിലെ സഹപാഠികൾ ആദരമർപ്പിച്ചു. ഇന്തോളം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി KV ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സോജൻ ജോബ് അധ്യക്ഷത വഹിച്ചു. സിനി ബെൻ, സുരേഷ് ബാബു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സന്ധ്യ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരേ ഒരാൾ മാത്രമാണ് ഞാൻ. ബാക്കി ഫുൾ നോർത്ത് ഇന്ത്യൻ ലോബി. സൈക്ലിംഗ് പഠിച്ചിട്ട് പിന്നെ അടുത്ത പ്രശ്നം. കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ക്ഷേമനിധി ബോർഡ് ചെയർമാൻ NP ചന്ദ്രബാബു, KS സിന്ധു, UP ജോസഫ്, VM വിനു തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗതം. ലാപ്ടോപ്പ് വാങ്ങിയ കുട്ടികൾ ഇതുവഴി ബോർഡ് ചെയർമാൻ ശ്രീ ND ചന്ദ്രബാബു അവരെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ 7 വർഷമായി ഒട്ടുകയാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കട ജീവനക്കാരനായ മുരളി. കോട്ടപ്പുറം ആംഫി തിയേറ്ററിലെ ഹൃദ്യമായ പുലർക്കാല കാഴ്ചയാണ് മുരളിയുടെ ഈ വിരുന്നൂട്ടൽ. പുഴയോരത്ത് വന്നിരിക്കാറുള്ള മുരളി ആദ്യമൊക്കെ തെരുവുനായ്ക്കൾക്കാണ് ബിസ്ക്കറ്റ് നൽകിയിരുന്നത്. പിന്നെ കാക്കകളും ബിസ്ക്കറ്റ് തിന്നാൻ എത്തി തുടങ്ങി. ചന്ത ദിവസങ്ങളായി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒഴികെ മുരളി കാക്കകൾക്ക് പ്രഭാത ഭക്ഷണം നൽകാനെത്തും. പക്ഷി കൊടുത്ത വലിയ താല്പര്യമായിരുന്നു. പിന്നെ കാക്കകളെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് സ്ഥിരമായി അത് കൊടുത്തു തുടങ്ങി. പിന്നെ ഒരു ദിവസം കൊടുക്കാണ്ടിരുന്നാൽ അവർക്ക് ആകെ വിഷമാണ്. തലയിലൊക്കെ വന്നിരുന്ന് കൊത്താറുണ്ട്. പിന്നെ സ്ഥിരമാക്കിയത് ഒരു 6-7 വർഷമായി. പിന്നെ അതൊരു ശീലമായി മാറി. രാവിലെ 7 മണിയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ സുരക്ഷാ വീഴ്ച മൂലം കത്തിനശിച്ച വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ നിന്നും മാറ്റേണ്ടതില്ലെന്ന് തീപിടുത്തത്തിൽ നശിച്ച വാഹന ഉടമകൾ. നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമായ ശേഷം വാഹനങ്ങൾ മാറ്റിയാൽ മതിയെന്നാണ് തീരുമാനം. 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. PK സത്യൻ, മുഹമ്മദ് ഫൈസ്, ജോണി പുല്ലോക്കാരൻ, ശ്രീദേവി M നായർ തുടങ്ങിയവർ സംസാരിച്ചു. സംഭവം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും നഷ്ടപരിഹാര തുക നൽകുന്നത് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമായിട്ടില്ല. ജനുവരി 4-നാണ് തീപിടുത്തത്തിൽ 300ഓളം ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചത്. പഴവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. റംസാൻ നോമ്പ് അടുത്തതും വേനൽ ചൂട് ഉയരുന്നതുമാണ് വില ഉയരാൻ കാരണം.
സീസൺ അല്ലാത്തതും ചൂട് വർദ്ധിച്ചതും കാരണം ആപ്പിൾ, അനാർ, പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങൾക്കെല്ലാം വലിയ തോതിലാണ് വില ഉയർന്നത്. നിലവിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചിരിക്കുന്നത് ആപ്പിളിനാണ്. ഇന്ത്യൻ ആപ്പിളുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ന്യൂസിലാൻഡ്, ഇറ്റലി, US, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ ആപ്പിളുകളാണ് വിപണിയിലുള്ളത്. കിലോയ്ക്ക് 200 മുതൽ 250 രൂപ വരെയാണ് ഇതിന്റെ വില. നേരത്തെ 80 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഇന്ത്യൻ ആപ്പിളുകളുടെ സ്ഥാനത്താണ് ഈ കൊള്ളവില. വിലവർധന കാരണം പല ചെറുകിട കച്ചവടക്കാരും ആപ്പിൾ വിൽപ്പന നിർത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ വിവാഹ സീസൺ ആയതിനാലും റംസാൻ ലക്ഷ്യമിട്ട് കർഷകർ വിളവെടുപ്പ് വൈകിപ്പിക്കുന്നതിനാലും പൈനാപ്പിൾ വില 50 നിന്ന് 80 ഉയർന്നു. അനാറിന് 230 രൂപയും പേരയ്ക്കയ്ക്ക് 120 രൂപ വരെയുമാണ് നിലവിലെ വില. വേനൽ കടുത്തതോടെ തണ്ണിമത്തൻ വിപണിയിൽ സജീവമായിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിനും വില വർദ്ധിക്കുമെന്ന് വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും തണ്ണിമത്തൻ എത്തുന്നത്. അതേസമയം വെള്ളമുന്തിരി 140, കറുത്ത മുന്തിരി 160, കിനു ഓറഞ്ച് 100 എന്നിങ്ങനെയാണ് വില. നേന്ത്രപ്പഴത്തിന് വിലയിൽ മാറ്റമില്ലാത്തത് ആശ്വാസമാണ്. ചൂട് കടുത്തതോടെ പഴങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുന്നത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. കേന്ദ്ര ബജറ്റും കാർഷിക കേരളവും എന്ന വിഷയത്തിൽ കർഷക മോർച്ച തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KK അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ചു. കിസാൻ മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജയസൂര്യൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ, മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ്, ഷൈജൻ, അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈജൻ മഹാദേവ്, പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കർഷകരെ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് അംഗത്വ വിതരണോദ്ഘാടനം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ചു. INTUC വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് CK ഹരിദാസ്, മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠൻ, NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രാജു ഫ്രാൻസിസ്, യൂണിയൻ ജനറൽ സെക്രട്ടറി CD വത്സ, KR ഷീല, PS ശോഭി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വീണ്ടും ചൂടേറിയ ചർച്ചയ്ക്കിടയാക്കുന്നു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും അത് പുറത്തുവരണമെന്നും മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം അലങ്കോലപ്പെട്ടത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമാണെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. ഇന്ത്യയിലെ കോളനി ഭരണത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് വിദ്യാഭ്യാസത്തിലാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. വികസിത് ഭാരത് സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിന് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും ഗവർണർ. സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന സമാപിച്ചു. വയനാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. ആതിഥേയരായ തൃശൂരിന് 2ാം സ്ഥാനം. ചാലക്കുടിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീകൾ ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സാരമായി പരിക്കേറ്റയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഗുരുവായൂരിൽ വീട്ടമ്മ ജീവനൊടുക്കിയതിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് പരാതി. ഇരിങ്ങപ്പുറം സ്വദേശി ജുമൈല ജീവനൊടുക്കിയത് കുറിപ്പെഴുതി വെച്ച ശേഷം. ഒല്ലൂർ സെന്ററിൽ ചരക്ക് ലോറിയും ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമതിലിലേക്ക് ഇടിച്ചുകയറി 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ സ്കൂട്ടറിടിച്ച് സൈക്കിൾ യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.